ഹലോ, കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നൊരു സാമൂഹ്യ പ്രശ്നവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. തുടർച്ചയായ മഴയ്ക്ക് ശേഷം, പ്രത്യേകിച്ച് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം എപ്പോൾ പൊട്ടും. ഡാമിനെക്കുറിച്ചും ഡാമിൻ്റെ അവസ്ഥയെക്കുറിച്ചും നമുക്കൊന്ന് നോക്കിയാലോ. കേരളത്തിലെ ഇടുക്കിയിലുള്ള ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണിത്. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അറബിക്കടലിലേക്ക് ഒഴുകിയിരിക്കുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ വെള്ളം ഒരു അണക്കെട്ട് നിർമ്മിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ മദ്രാസിലെ കഠിന വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾക്ക് കാർഷികാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്നായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രധാന നിർമ്മാണോദ്ദേശം. 1895 നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് 999 വർഷത്തേക്ക് തമിഴ്നാട് പാട്ടത്തിനെടുത്തിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു. അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിൻ്റെ സ്ഥലത്താണെങ്കിലും അതിൻ്റെ നിയന്ത്രണം തമിഴ്നാടിൻ്റെ കൈവശമാണ്. അണക്കെട്ടിൻ്റെ സുരക്ഷ സംബന്ധിച്ച വിഷയം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഒരണക്കെട്ടിൻ്റെ പരമാവധി കാലാവധി 60 വർഷമായിരിക്കെ 100 വർഷത്തിനു മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർക്കും കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങൾക്കും ജീവനും സ്വത്തിനും ഭീഷണിയാകുമെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിൻ്റെ വാദങ്ങൾക്ക് കഴമ്പില്ലെന്ന് തമിഴ്നാടും വാദിക്കുന്നു. 1979 ഗുജറാത്തിൽ സംഭവിച്ച മച്ചു അണക്കെട്ടിൻ്റെ തകർച്ചയെ തുടർന്നുണ്ടായ വാർത്തകളാണ് മുല്ലപ്പെരിയാറിൻ്റെ ഭൂകമ്പ സാധ്യതകളെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രദേശവാസികളെ പ്രേരിപ്പിച്ചത്. അണക്കെട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ജനങ്ങൾ പരിഭ്രാന്തിയിലായതിനെ തുടർന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര പഠന കേന്ദ്രം നടത്തിയ പഠനം അണക്കെട്ടിന് റിക്ടർ മാനകത്തിൽ 6 വരുന്ന ഭൂകമ്പത്തെ താങ്ങാൻ കെൽപ്പില്ലെന്ന് റിപ്പോർട്ട് നൽകി. തുടർന്ന് അക്കാലത്തെ ജലനിരപ്പായ 142.2 അടി എന്നതിൽ നിന്ന് തമിഴ്നാട് ജലനിരപ്പ് 136 അടിയായി കുറച്ചു. തുടർന്ന് കേരളം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പുറമെ പെരിയാർ വന്യജീവി സങ്കേതത്തിലുണ്ടാകുന്ന ജൈവജാല നഷ്ടത്തെ പാരിസ്ഥിതിക പ്രശ്നം കൂടി മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഉൾപ്പെടുത്തി. രാജ്യത്തെ ഭൂചലന നിർണായക മാനദണ്ഡപ്രകാരം മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശം സോൺ 3 ഉൾപ്പെടുന്നത്. റിക്ടർ സ്കെയിലിൽ 6.5 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായേക്കാവുന്ന മേഖലയാണ് സോൺ 3. 2011 നവംബർ 26 പുലർച്ചെ 3:15 ആദ്യ ഭൂചലനമടക്കം 2.5 മണിക്കൂറിനുള്ളിൽ 4 തവണയാണ് ഡാമിന് 32 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടായത്. 15 ദശലക്ഷം ഘനയടി ജലമാണ് ഡാമിൻ്റെ പൂർണ്ണ സംരക്ഷണശേഷി. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംരക്ഷണശേഷി 136 അടിയാണ്. അതിന് 11 ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ്. ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ 3 മുതൽ 4 മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും. ഇടുക്കി ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി 74.5 ദശലക്ഷം ഘനയടിയാണ്. എന്നാൽ 70.5 TMC വരെയാണ് സംഭരിക്കാറുള്ളത്. അതായത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഒഴുകിയെത്താവുന്ന 11.2 ദശലക്ഷം ഘനയടി ജലത്തിൽ 10 ദശലക്ഷം ഘനയടി ജലത്തെയും ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിയും. ഡാം തകർന്നതിനു ശേഷം വെള്ളം ഒഴുകി ഇടുക്കി ഡാമിലേക്ക് എത്താൻ 3 മുതൽ 4 മണിക്കൂർ വരെ എടുക്കും. ഇതിനുള്ളിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് നിയന്ത്രവിധേയമാക്കാൻ കഴിയും. ചെറുതോണി ഡാമിന് മുകൾ ഭാഗത്ത് 5 പ്രധാന ഷട്ടറുകളും താഴെ 2 ചെറിയ ഷട്ടറുമാണുള്ളത്. ഓരോ പ്രധാന ഷട്ടറുകളിലൂടെയും മിനിറ്റിൽ 25,760 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുകാനാവും. 7 ഷട്ടറുകളും ഏത് ഘട്ടത്തിലും തുറന്നുവിടാൻ സജ്ജമാണെന്ന് KSEB അധികൃതർ വ്യക്തം. ഇതോടൊപ്പം താഴത്തെ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അപകട ഭീഷണി നൽകുകയും ചെയ്താൽ ഗുരുതരമായ ഭവിഷ്യത്തുകളെ ഒഴിവാക്കാൻ കഴിയും. എന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിലുള്ളതിനും കൂടുതലായിരിക്കുമ്പോഴാണ് ദുരന്തമെങ്കിൽ സ്ഥിതി ഗുരുതരമാകും. മുല്ലപ്പെരിയാർ തകരുന്ന പക്ഷം ഒഴുകിയെത്താനിടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കി ഡാമിൻ്റെ സംരക്ഷണശേഷി ഗണ്യമായി കുറയ്ക്കാനും സാധ്യതയുണ്ട്. കൂടാതെ മരങ്ങളും മറ്റ് ഒഴുകി വന്ന് ഷട്ടറുകൾക്കിടയിലൂടെയുള്ള ജലപ്രവാഹത്തിന് തടസ്സമുണ്ടായാൽ പുറന്തള്ളുന്ന ജലത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തകരുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് പലവിധ പ്രശ്നപരിഹാരങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അവ പ്രധാനമായും ഇവയാണ്:
നിലവിലുള്ള ഡാമിന് താഴെ പുതിയൊരു അണക്കെട്ട് പണിയുക. നിലവിലുള്ള ഡാമിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ബലക്ഷയമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക. നിലവിലുള്ള ഡാമിലെ ജലനിരപ്പ് കുറച്ച് തടയണയായി നിർത്തുക. ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് തമിഴ്നാട്ടിലുള്ള ജലലഭ്യത ഉറപ്പുവരുത്തുവാൻ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുവാൻ ആവശ്യമായ ആഴത്തിൽ പുതിയ ടണലുകൾ നിർമ്മിക്കുക. മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കിയിൽ സംരക്ഷിക്കുക. അവിടെ നിന്നും പുതിയ ടണൽ മാർഗം തമിഴ്നാടിന് വെള്ളം നൽകുക. മുല്ലപ്പെരിയാർ ഡാം നിർജ്ജീവമാക്കുക. ഇങ്ങനെ ഡാമിന് മേലുള്ള ആഘാതം കുറയ്ക്കുകയാണെങ്കിൽ മനുഷ്യജീവന് ബുദ്ധിമുട്ടില്ലാതെ ഡാം എന്നും നിലനിൽക്കും.